സദ്യയിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു ഐറ്റമാണ് കുറുക്കുകാളൻ. നമസ്കാരം, എൻ്റെ പേര് ശ്രുതി കാർത്തികേയൻ. വെൽക്കം ബാക്ക് ടു അവർ ഓണം സീരീസ്. നല്ല പച്ച ഏത്തക്കായും ചേനയാണ് കാളൻ വെക്കാനായിട്ട് നമുക്ക് വേണ്ടത്. ചെറുതായി കട്ട് ചെയ്തതിന് ശേഷം 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും കുറച്ച് വെള്ളം കൂടിയും ചേർത്ത് നന്നായിട്ട് വേവിക്കുക. കുക്കറിലാണെങ്കിൽ 1 വിസിലടിച്ചാലും മതി. ഇനി നമുക്കൊരു അരപ്പ് തയ്യാറാക്കണം. അത്യാവശ്യം പുളിയുള്ള 1 കപ്പ് തൈര്, അരമുറി തേങ്ങ, 1 പച്ചമുളക്, ഓരോ ടീസ്പൂൺ വെച്ച് ജീരകവും കുരുമുളക് പൊടിയും എല്ലാം കൂടി നല്ല മഷി പോലെ അരച്ചെടുക്കണം. നമ്മുടെ കായും ചേനയും ഒക്കെ വെള്ളമെല്ലാം വലിഞ്ഞ് നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഈ അരപ്പ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. അരയ്ക്കുമ്പോൾ നമ്മൾ വേറെ വെള്ളമൊന്നും ചേർത്തിട്ട് അരയ്ക്കുന്നില്ല, തൈര് വെച്ച് തന്നെയാണ് അരയ്ക്കുന്നത്. എല്ലാം നന്നായിട്ട് മിക്സ് ചെയ്ത് പച്ചമണം മാറുന്നവരെ വേവാനായിട്ട് അനുവദിക്കുക. പേര് പോലെ കുറുക്കുകാളൻ ഒരുപാട് വെള്ളത്തിലല്ല, നല്ല കട്ടിയായിട്ടാണ് ഇരിക്കുക. ഇതിലേക്ക് വറുത്ത് പൊടിച്ച 1/2 ടീസ്പൂൺ ഉലുവാപ്പൊടിയും കൂടി ചേർക്കുക. ഉലുവാപ്പൊടി ചേർത്തതിന് ശേഷം 1/2 ടീസ്പൂൺ പഞ്ചസാര കൂടി ചേർത്തിട്ടുണ്ട്. അത് റെക്കോർഡായിട്ടില്ല. പഞ്ചസാരയ്ക്ക് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ ശർക്കര കൂടി ചേർക്കാം കേട്ടോ. കാളൻ ഒരു ലൈറ്റ് മധുരവും പുളിയൊക്കെ ചേർന്നിട്ടുള്ള ഒരു വിഭവമാണ്. ഇനി താളിക്കൽ പരിപാടിയാണ്. വെളിച്ചെണ്ണയിൽ ലേശം കടുകും ഉലുവയും വറ്റൽമുളകും കുറച്ച് കറിവേപ്പിലയും കൂടിയിട്ടാണ് താളിക്കുന്നത്. ഇതാണ് കൺസിസ്റ്റൻസി. നല്ല കട്ടിയായിട്ട് കുറുകുറാന്നിരിക്കണം. വളരെ സിമ്പിൾ ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള ഈ കാളൻ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ.